ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ജേണിക്ക് ശേഷം വേറെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇന്ന് നവംബർ 5-ാം തീയതി കഴിഞ്ഞു. ഇന്ന് നവംബർ 6-ാം തീയതി ആണ് കേട്ടോ. സോറി, ഇന്ന് 6-ാം തീയതി, ഇന്നലെ 5. അപ്പോൾ ഈ നവംബർ ഞാനിപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വന്നു. നാട്ടിൽ പോയ സമയത്ത് ഒരു ഗ്യാപ്പായിരുന്നു. യൂഷ്വലി ഐ തിങ്ക് ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം എൻ്റെ മറ്റേ യൂട്യൂബ് ചാനലായിട്ടുള്ള മല്ലൂർ റേഡിയോഗ്രാഫർ നോക്കി കഴിഞ്ഞാലും അതിൽ ഈ ഒരു ഇയർലി ഒരു നാട്ടിൽ പോയിട്ട് പോകുന്ന സമയത്തും പോയി വന്നാലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവാറുണ്ട്. കാരണം പോയ സമയത്ത് നമ്മൾ ആ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യായിരിക്കും. വന്നതിന് ശേഷം ഭയങ്കര ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് കണക്കായിരിക്കും. നമ്മൾ നാട് വിട്ട് ഇവിടത്തേക്ക് വന്നതിൻ്റെ ഒരു ഇതും, അല്ലെങ്കിൽ നാട്ടിൽ കൂടുതൽ ഫ്രണ്ട്സ്, ഇവിടെ ആ ഒരു സംഭവം ഇല്ല, അല്ലെങ്കിൽ നാട്ടിലുണ്ടാകും നമ്മൾ കണ്ടമാന ഔട്ടിങ്ങും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയും മടുപ്പുമാണ് ലിറ്ററലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നേരം തൊട്ട് ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നടന്നില്ല. ഓൺ ആൻഡ് ഓഫ് ഞാൻ ഒരു 2-3 ദിവസം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പോയി എന്നല്ലാണ്ട് റെഗുലറായിട്ട് പോയിട്ടില്ല. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കാം. നവംബറിൽ എൻ്റെ വീട്ടിലായിരുന്നു. ഓക്കെ നവംബർ 3 എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ നവംബർ തൊട്ടിട്ട് 2025 ഞാൻ പറഞ്ഞല്ലോ മുന്നേ എന്തേലൊക്കെ കാര്യങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു ഇയർ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നമ്മളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് 2025 മുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്നുണ്ട്. സോ ഈ വർഷം എന്നോട് ചോദിക്കുകയാണെന്നുള്ളത് അബൌട്ട് മൈ വെയിറ്റ് ഡൗൺ. എൻ്റെ വെയിറ്റ് കുറച്ചു ഞാൻ. ആ ഒരു കാര്യം മാത്രമാണ്. പിന്നെ അതുകൂടാണ്ട് ഒരു ബുക്ക് വായിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ആയിട്ട് വായിച്ചു തീർന്നിട്ടില്ല. അത് ഞാൻ 2025 മുന്നേ മാക്സിമം വായിച്ചു തീർക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് ഈ നവംബറിൽ ചലഞ്ച് ഏറ്റെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. 100 പുഷപ്പ് പെർ ഡേ എന്നുള്ളൊരു ചാലഞ്ചാണ് നമ്മൾ എടുക്കാന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് വരാറുണ്ടല്ലോ. ഇവിടെ UK ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, ക്യാൻസർ സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റേ ഒരുപാട് ഡിമെൻഷ്യ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടൊരു സംഭവം കേട്ടോ 100 ഡേ പുഷപ്പ് ചാലഞ്ച് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തായിരുന്നെ ആ ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. പക്ഷെ നമ്മളതിന് എന്തായാലും ഫോർ ഷുവർ നമ്മൾ ആ ഒരു കണ്ടന്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിലെനിക്ക് വലിയൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിന് എന്താ പറയുക സൈൻ ഇൻ ചെയ്തില്ല. പക്ഷെ അത് ഇപ്പം ചെയ്യാന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു നവംബർ കഴിയുന്ന സമയത്ത് എല്ലാ ദിവസവും 100 പുഷപ്പ് ചെയ്യുന്നത് കൂടാണ്ട് ഞാൻ ഈ ഒരു 5 ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 5 ദിവസത്തെ പെർ ഡേ 100 എന്നുള്ള രീതിയിൽ 500 എക്സ്ട്രാ പുഷപ്പും കൂടി ചെയ്യണം. അതാണ് ഇപ്പം നമുക്ക് ഇടുന്ന ടാസ്ക്. അപ്പം ഇത്രയും ദിവസം പോകാമെന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ മുന്നേ മല്ലൂർ റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞ ചാനലിലായാലും വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും ഇടണമല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഇടണം എന്നുള്ളത് തിങ്കിങ് ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്ത് ഇടും, എന്ത് കണ്ടന്റ് ആയിരിക്കും എന്നുള്ളതിന് എന്താ പറയുക, അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം എന്നുള്ളൊരു മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്താ പറയുക ഒരു പ്രോപ്പർ ഓക്കെ ഈ കണ്ടന്റ് ഈസ് വർത്ത് ഫോർ കമ്മിങ് ബാക്ക് എന്നുള്ളൊരു മൈൻഡിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിപ്പോൾ മല്ലൂർ റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞ ചാനലായാലും എൻ്റെ ഈ പേഴ്സണൽ ചാനലായാലും സപ്പോസ്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് 12 മണിക്കാണ് ഡ്യൂട്ടി. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. രാവിലെ ഒരു 8 മണി 8:15 എഴുന്നേറ്റും തോന്നി. 7 മണി സംതിങ് ആയിട്ട് എഴുന്നേറ്റ്. പിന്നെ ഒരു 2 ഫോൺ ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്ന് വരാമെന്ന് വിചാരിച്ചു. സോ ഹിയർ ഐ ആം ഓൺ ദ വേ ടു ജിം. ഇന്ന് ജിമ്മിൽ ഇനി പോയിട്ട് അവിടുന്ന് ഒരു 100 പുഷപ്സും പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാന്നുള്ളൊരു മൈൻഡാണ്. അപ്പം ഇന്ന് 12 മണി, രാത്രി 12 മണിയാണ് എനിക്ക് ഡ്യൂട്ടി. അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഡേ ഓഫ് ആണ്. സോ ഒബ്വിയസ്ലി എനിക്ക് നാളെ ഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ജിമ്മിൽ വരാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിലും ഒരു വിശ്വാസത്തിലും കൂടിയാണ് ഇന്ന് ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ we are trying to get back onto the track from November 6th. ഇനി 2 മാസം കൂടിയുണ്ട് 2025 തീരാൻ വേണ്ടിയിട്ട്. 2025 തീരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അല്ലേ. 33 വയസ്സായിട്ട് എന്ത് നേടി, അല്ലെങ്കിൽ എന്ത് ഓരോ വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ വർഷം കഴിയുമ്പോൾ ഓക്കെ ഈ വർഷം എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് I need to give some answers to myself. മനസ്സിലായോ? വേറെ ആയിരിക്കും കൊടുക്കണം എന്നല്ലേ, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ഉത്തരങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രാവശ്യമുണ്ട്. സോ let's do that shit. So guys, we are here. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 100 പുഷപ്പ് ഒരു ദിവസം അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മാസത്തെ ചലഞ്ചായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഒറ്റ സ്ട്രെച്ചിൽ അടിക്കാമെന്നല്ല, എനിക്കങ്ങനെ എല്ലാ ദിവസവും അടിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. സോ ഒരു ചില്ലറ ഒരു 20 എണ്ണത്തിന് സെറ്റായിട്ട് ഒരു 5 എണ്ണം ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്.
സോ ഗൈസ് അങ്ങനെ 50 പുഷപ്പ് അടി തരുമെന്ന് എൻ്റെ ലിമിറ്റ് കഴിച്ചിരിക്കുക കേട്ടോ. അതായത് ഞാനൊരു 32 പുഷപ്പ് നോർമൽ അടിച്ചു, പിന്നെ ഒരു 18 പുഷപ്പ് വൈഡ് അടിച്ചു, പിന്നെ ഡയമണ്ട് പുഷപ്പ് അടിക്കാൻ നോക്കുകയാണ്. ഒരു 7 അടിക്കുമ്പോഴത്തേക്ക് തന്നെ കൈ തുറന്നതാണ്. സാധാരണ ഒരു 10-15 ഡയമണ്ട് പുഷപ്പ് പോകുന്നതാണ്. പക്ഷേ എൻ്റെ മാക്സിമം നമ്പർ ഒരു 50 ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഒരു 40-30 ആയിരിക്കും മാക്സിമം. സോ യാ ചാലഞ്ച് ചെയ്താൽ വി നീഡ് ടു കംപ്ലീറ്റ് 100 പുഷപ്പ്. 50 ഇനി ഒരു 50 കൂടി ഉണ്ട്. അതെങ്ങനെയും നമ്മളിന്ന് തീർക്കും സംഭവം. ഇതിൻ്റെ അടിയിൽ റെസ്റ്റ് എടുത്തിട്ടാണെങ്കിലും. ഓക്കെ, ലെറ്റ്സ് കീപ് ഇറ്റ് ഗോയിങ്. അതുപോലെ ഞങ്ങൾ ആ 100 പുഷപ്പ് നമ്മൾ ചെയ്ത് തീർത്തിരിക്കുക കേട്ടോ. 100 പുഷപ്പ് ബാക്ക് ടു ബാക്ക് അല്ല, ചാനലടക്കം 100 പുഷപ്പ് മുകളിലേ ഉള്ളൂ എൻ്റെ കൗണ്ട് പ്രകാരം. 100 മുകളിലായത് ഞാൻ പ്രശ്നമാക്കിയില്ല, കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പല സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് 100 പുഷപ്പ് ഇസ് ഡൺ ഗൈസ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡേ ജിമ്മ് കഴിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ അതിനൊന്ന് പന്തൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ റെക്കോർഡായാലും ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഡേയിലെ 100 ഡേ പുഷപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഡേയിലെ 100 ഡേ പുഷപ്പ് കഴിഞ്ഞ് ഇനിയും നമുക്ക് ഇന്ന് 6th, ഇനിയും ഒരുപാട് ദിവസം ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി 500 പുഷപ്പ് നമ്മൾ ഇതിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 500 പുഷപ്പ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ 1 മന്ത് ചാലഞ്ച് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു മൊത്തം ഏരിയ നമ്മൾ ഫ്രെയിമായിട്ട് എടുക്കും. അപ്പോൾ അത്രയും ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പുഷപ്പിന് മാത്രമേ ഉള്ളൂ. തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് ബാക്കിയുള്ള വീഡിയോ എടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതേ സെയിം ചാലഞ്ചുമായിട്ട് നാളെ പാക്കലാം. സോ പീസ് ഔട്ട്.